അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക ദേശരാഷ്ട്രം രൂപം കൊണ്ട ഒരു ചരിത്ര സന്ദർഭം നമുക്കറിയാം. വിവിധ മതങ്ങൾ പിന്തുടരുന്ന, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന, വിവിധ സംസ്കാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങളെ ഒരു ആധുനിക രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഇന്ത്യ രൂപീകരിക്കപ്പെടുമ്പോൾ ഉണ്ടായ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന സവർണാധിപത്യം ഈ ഭൂപ്രദേശത്തിൻ്റെ അധികാരം ഏതാണ്ട് പൂർണ്ണമായി തന്നെ കൈയടക്കി വെച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എല്ലാ പൗരന്മാർക്കും തുല്യത പ്രഖ്യാപിക്കുന്ന ഒരു ജനാധിപത്യ ക്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ജനാധിപത്യം എന്തുമാത്രം സാർത്ഥകമാകും, എന്തുമാത്രം നീതി വിതരണം ചെയ്യാൻ കഴിയും, ഒരു സവർണ അഗ്രഹാരം എന്ന അവസ്ഥയിൽ നിന്ന് ഒരു ആധുനിക ജനാധിപത്യ ദേശരാഷ്ട്രം എന്ന നിലയിലേക്ക് ഇന്ത്യക്ക് എത്രത്തോളം പുരോഗമിക്കുവാൻ കഴിയും എന്ന മൗലികമായ ചോദ്യം ഉണ്ടായിരുന്നു. ഈ ചോദ്യത്തെ ഏറ്റവും ഗൗരവതരമായി അഭിമുഖീകരിക്കാൻ ശ്രമിച്ച ഒരാൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തീർച്ചയായും ഡോക്ടർ ബി.ആർ. അംബേദ്കറാണ്. അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട, ഭരണഘടനാ കരടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭരണഘടനയിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും ദലിതുകളെയും ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള വകുപ്പുകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യയിലെ സവർണ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ സമ്മതിക്കാതിരിക്കുമോ എന്ന ആശങ്ക അദ്ദേഹത്തിന് വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. 1946 മാർച്ച് മാസത്തിൽ അംബേദ്കർ ഒരു പ്രബന്ധം രചിക്കുന്നുണ്ട്. ആ പ്രബന്ധം അദ്ദേഹം എഴുതിയതിൻ്റെ ലക്ഷ്യമായി പറയപ്പെടുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയെ ആ വിഷയത്തിൽ സ്വാധീനിക്കുവാൻ, അവർക്കുമേൽ സമ്മർദ്ദമുണ്ടാക്കുവാൻ അദ്ദേഹത്തിന്റെ രചന നിമിത്തമാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കുന്നത്. 1947 മാർച്ച് മാസം. സ്റ്റേറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് എന്ന തലക്കെട്ടിലായിരുന്നു ഈ പ്രബന്ധം. അതിൽ അദ്ദേഹം ഒരാധുനിക രാജ്യം എങ്ങനെയാണ് അവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നാക്കക്കാരായ ജനവിഭാഗങ്ങളെ അതിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രബന്ധത്തിൽ അദ്ദേഹം വെച്ച പല നിർദ്ദേശങ്ങളും ഭാഗ്യവശാൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടപ്പോൾ, അത് നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമാവുകയുണ്ടായി. അംബേദ്കർ പറഞ്ഞ പല നിർദ്ദേശങ്ങളും തിരസ്കരിക്കപ്പെട്ടു. അംബേദ്കർക്ക് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ പൂർണ്ണമായി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞില്ല എന്നത് ശരിയാണെങ്കിലും അദ്ദേഹം ഈ പ്രബന്ധത്തിൽ ഉന്നയിക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ടു എന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു റിപ്പബ്ലിക്കായി മാറാൻ, ജനാധിപത്യത്തെ കുറച്ചെങ്കിലും സാർത്ഥകമാക്കാൻ കഴിഞ്ഞത്. എന്നാൽ 1955 മാർച്ച് മാസം തന്നെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ത്യയുടെ രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായൊരു വാചകമാണ് ഞാനിവിടെ വായിക്കുന്നത്.
The Constitution was a wonderful temple we built for the gods, but before they could be installed, the devils have taken possession. ഇത് അംബേദ്കർ ഇന്ത്യയുടെ രാജ്യസഭയിൽ പ്രസംഗിച്ച കാര്യമാണ്. ഈ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന അത്ഭുതകരമായ ഒരു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രം നമ്മൾ നിർമ്മിച്ചത് ദൈവങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ ആ ദൈവങ്ങളെ നമ്മളവിടെ പ്രതിഷ്ഠിക്കുവാൻ ഒരുങ്ങിയപ്പോഴേക്കും ഈ ക്ഷേത്രം പിശാചുക്കൾ കൈയടക്കി കഴിഞ്ഞിരുന്നു എന്നാണ് അംബേദ്കർ പരിതപിക്കുന്നത്. നമ്മളിവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രശ്നത്തിന്റെ വളരെ വർത്തമാനനിഷ്ഠമായ കാര്യങ്ങളിൽ മാത്രം കറങ്ങിത്തിരിയുന്നതിന് പകരം ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വേരുകൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ജാതി എന്ന് പറയുന്നത്, സവർണരാണ് ഭാരതം അടക്കി ഭരിക്കേണ്ടത് എന്ന ബോധം, ആ ബോധം നമ്മൾ എത്ര പുരോഗമിച്ചിട്ടും ഇവിടെ ഉള്ള ഒരു വിഭാഗത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു സവർണാധിപത്യ രാഷ്ട്രമായി നിലനിർത്തണം എന്നവർ ശക്തമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അംബേദ്കറെ പോലുള്ള ഒരാൾ, അദ്ദേഹം ഭരണഘടനയിൽ ഉൾച്ചേർക്കാൻ ശ്രമിച്ച സാമൂഹ്യ നീതിയുടെ തത്വങ്ങൾ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ മുഖ്യധാരയിൽ നിന്ന് അതിന്റെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തെ മാറ്റി നിർത്തുക എന്ന കുതന്ത്രം നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ തുടർന്നത് ജനാധിപത്യ ഇന്ത്യയിലും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. അതിന്റെ പലതരത്തിലുള്ള വകഭേദങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇപ്പൊ മുസ്ലിങ്ങൾ പുരോഗമിക്കുന്നു, മുസ്ലിങ്ങൾക്ക് പണമുണ്ടാകുന്നു, മുസ്ലിങ്ങൾക്ക് പ്രതാപമുണ്ടാകുന്നു, മുസ്ലിങ്ങൾക്ക് കോളേജുകൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സിലുള്ളത്, ഈ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളുടെ മനസ്സിലുള്ളത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അതിനൊന്നും അർഹതയില്ല എന്ന ഒരു നിലപാടാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇവിടുത്തെ ദലിതുകൾക്ക്, അവർണർക്ക്, മറ്റു പിന്നാക്കക്കാർക്ക്, ആദിവാസികൾക്ക് ഒന്നും ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള അധികാര പങ്കാളിത്തത്തിനും സാമ്പത്തിക പുരോഗതിക്കും സാമൂഹ്യമായ അഭിവൃദ്ധിക്കും അവകാശമില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ഇവിടെ ഉന്നത കുലജാതരാണ് എന്ന് കരുതുന്ന ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ചു എന്ന് വിചാരിക്കപ്പെടുന്ന സവർണർക്ക് മാത്രമാണ് ആര്യാവർത്തത്തിന്റെ അധികാരത്തിൽ അവകാശമുള്ളത് എന്ന് വിചാരിക്കുകയും അങ്ങനെ തന്നെ ഇന്ത്യയെ നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാകുമ്പോഴേക്കും അവരതിൽ അസ്വസ്ഥരായി മാറുന്നത് എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് ഇവിടെ ഇതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ തുടക്കമുണ്ടാകേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു യഥാർത്ഥത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാതൽ? 2005 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ജസ്റ്റിസ് രജീന്ദർ സച്ചാറിനോട് ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്താൻ ആവശ്യപ്പെടുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹ്യമായ നില എന്താണ്, വിദ്യാഭ്യാസപരമായ നില എന്താണ്, തൊഴിൽപരമായ നില എന്താണ്, സാമ്പത്തികമായ നില എന്താണ് എന്ന് പഠിക്കുവാൻ ആവശ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ വിപ്ലവകരമായ ഒരു കാൽവെപ്പായിരുന്നു അത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക ദേശരാഷ്ട്രം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അതിലെ മതന്യൂനപക്ഷങ്ങൾ വളരെ കൃത്യമായി സംരക്ഷിക്കപ്പെടും എന്നതായിരുന്നു സങ്കല്പം. മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ഉള്ള ഭൂരിപക്ഷ സമുദായം എന്ന് പറയപ്പെടുന്ന, യഥാർത്ഥത്തിൽ അത് ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഭാഗമായി വിചാരിക്കപ്പെടുന്ന ദലിത് ബഹുജനങ്ങൾ എത്രത്തോളം ഇന്ത്യയുടെ മുഖ്യധാരയുടെ പുറത്താണ് എന്നത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് തുല്യത പ്രദാനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിൽ നീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം 2005 ഒരു കമ്മീഷൻ നിയോഗിക്കപ്പെട്ട് ആ കമ്മീഷൻ പഠിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചാൽ നമുക്കറിയാം, അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ന്യൂനപക്ഷത്തിന് ഒരു ആധുനിക രാഷ്ട്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 3 തരത്തിലുള്ള ഉറപ്പുകളുണ്ട്, സംരക്ഷണങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. അതിലൊന്ന് സെക്യൂരിറ്റിയാണ്, സംരക്ഷണമാണ്. ആ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി അത് ജിനോസൈഡിന് വിധേയമാകരുത്, അത് പീഡനങ്ങൾക്ക് വിധേയമാകരുത്, അത് പേഴ്സിക്യൂഷന് വിധേയമാകരുത്. അതിന് സംരക്ഷണം ഉണ്ടാകണം, നിർഭയത്വം ഉണ്ടാകണം. എന്താണ് ഇന്ത്യയിൽ വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. പലപ്പോഴും അത് ലംഘിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ നമ്മൾ അതിന്റെ ഭീകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു.
രണ്ടാമതായി ഐഡന്റിറ്റിയാണ്, വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുവാനുള്ള അവകാശം. സാംസ്കാരികമായ വ്യക്തിത്വം, ഭാഷാപരമായ വ്യക്തിത്വം, മതപരമായ വ്യക്തിത്വം. ഇന്ത്യൻ ഭരണഘടനയുടെ 25 മുതൽ 30 വരെയുള്ള വകുപ്പുകളിൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും പ്രചരിപ്പിക്കുവാനുമെല്ലാമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുമ്പോൾ പ്രധാനമായും അത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ആ ഉറപ്പ് ആവശ്യമായി മാറുന്നത്. ഇവിടെ ശരീഅത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നമുക്കറിയാം. അത് ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇവിടെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ രജീന്ദർ സച്ചാർ ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ കാര്യത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റ് ആണ്, അതോടൊപ്പം പാർട്ടിസിപ്പേഷനും. ആധുനിക ഇന്ത്യൻ ജനാധിപത്യം, ആ ഇന്ത്യൻ ജനാധിപത്യത്തിൽ മുസ്ലിങ്ങൾക്ക് എത്രത്തോളം പങ്കാളിത്തമുണ്ട്, അവരുടെ രാഷ്ട്രീയമായ പ്രാതിനിധ്യം നമ്മൾ പരിശോധിക്കുക. എത്ര മുസ്ലിം മന്ത്രിമാരുണ്ട്, എത്ര മുസ്ലിം MLA മാരുണ്ട്, എത്ര മുസ്ലിം MP മാരുണ്ട്. ഇവിടെ അതിന് അപ്പുറത്ത് നമ്മൾ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിയാൽ, ഇപ്പൊ കേരളത്തിന്റെ പ്രബുദ്ധ കേരളത്തിൽ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന്, മുസ്ലിം രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് 5ാമത്തെ മന്ത്രി ഉണ്ടാകുമ്പോൾ അത് കേരളത്തിനൊരു ഷോക്കായി മാറുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു ന്യൂനപക്ഷ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ്, ആ വകുപ്പ്, ആ പോർട്ട്ഫോളിയോ ഒരു മുസ്ലിം മിനിസ്റ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മളീ പറയുന്ന അയിത്തത്തെ, നമ്മളീ പറയുന്ന തൊട്ടുകൂടായ്മയെ, അതിന്റെ പുതിയ രൂപങ്ങളെ, അത് കോട്ടും സ്യൂട്ടും ഇട്ട്, അത് പൗഡർ ഇട്ട് പുതിയ മുഖങ്ങളിൽ നമ്മളുടെ മധ്യത്തിൽ വന്ന് ചിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് രണ്ടും പോകട്ടെ. സച്ചാർ കമ്മിറ്റി പഠന വിധേയമാക്കുന്നത് പ്രധാനമായും ഈ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തൊഴിലിന്റെ കാര്യം, സമ്പത്തിന്റെ കാര്യം, വിദ്യാഭ്യാസ അവസരങ്ങളുടെ കാര്യം. ആ രംഗത്ത് മുസ്ലിം സമുദായം പിന്നാക്കമാണ് എന്ന് വിശദമായ പഠനത്തിലൂടെ സമർത്ഥിച്ചു എന്നതാണ് ജസ്റ്റിസ് സച്ചാർ കമ്മീഷന് ഇന്ത്യയുടെ ചരിത്രത്തിലുള്ള പ്രസക്തി. അത് ചെറിയൊരു കാര്യമല്ല, വളരെ സമഗ്രമായ പഠനമാണ് നിർവഹിക്കപ്പെട്ടത്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ, വ്യത്യസ്ത സാമുദായിക തലങ്ങളിലുള്ള മുസ്ലിങ്ങൾ, മുസ്ലിങ്ങൾക്കുള്ളിൽ തന്നെയുള്ള പല രീതിയിലുള്ള ശ്രേണികൾ, ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദമായി പഠിച്ചു. എന്നിട്ട് 2006 ഇന്ത്യക്ക് മുമ്പിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ, പ്രധാനമന്ത്രിക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ ആകെത്തുക എന്ന് പറയുന്നത്, അതിന്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ദലിതുകളെ പോലെ പലപ്പോഴും അതിനേക്കാൾ മോശമായ അവസ്ഥയിൽ പിന്നാക്കമായി നിൽക്കുന്ന ഒരു സമുദായമാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം എന്നാണ്. ഇവിടെ മരിച്ചു വീഴുന്നത് ജനാധിപത്യമാണ്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം. ലോക മുസ്ലിം ജനസംഖ്യ നമ്മൾ എടുത്താൽ, ലോക മുസ്ലിം ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം താമസിക്കുന്നത് ഇന്ത്യയിലാണ്. നമ്മൾ മൈനോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയെ പരിശോധിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം മൈനോറിറ്റികളിൽ ഒന്ന് ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ആ മുസ്ലിം മൈനോറിറ്റിയോട് ഈ പതിറ്റാണ്ടുകൾക്കിടക്ക് അതിന് തുല്യത കൊടുക്കാൻ, അതിന് നീതി കൊടുക്കാൻ ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക ദേശരാഷ്ട്രത്തിന് എത്രത്തോളം കഴിഞ്ഞു എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് നൽകപ്പെടേണ്ട ഉത്തരം വളരെ ഭീകരമാണ്. മുസ്ലിങ്ങൾ അതിപിന്നാക്കമാണ് എന്ന് കൃത്യമായ വസ്തുതാ വിവരണ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സച്ചാർ കമ്മീഷൻ തെളിയിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഇന്ത്യയിലെ ഗവൺമെന്റുകൾ എന്ത് നടപടികൾ സ്വീകരിച്ചു? സംസ്ഥാന ഗവൺമെന്റുകൾ എന്ത് സ്വീകരിച്ചു? അത് എത്രത്തോളം പരിഹരിക്കപ്പെട്ടു? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആ അവസ്ഥയിൽ നിന്ന് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റിന്റെ നടപടികൾക്ക് അതിനുശേഷം കഴിഞ്ഞു? ജനാധിപത്യം എന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്, ജനാധിപത്യം എന്ന് നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവിടെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ആരും വിവേചനങ്ങൾക്ക് ഇരയാകുന്നില്ല. ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാവരും തുല്യ പൗരന്മാരായി ഇന്ത്യയുടെ മുഖ്യധാരയിൽ സമാധാനത്തോടുകൂടി, നിർഭയത്വത്തോടുകൂടി, വ്യക്തിത്വത്തോടുകൂടി, പുരോഗതിയോടുകൂടി ജീവിക്കുന്നു എന്ന അവസ്ഥയുണ്ടാകണം. ആ അവസ്ഥയുണ്ടാകണമെങ്കിൽ ഈ നടപടികൾ എടുക്കുക എന്നതാണ് ജനാധിപത്യ മതനിരപേക്ഷ സർക്കാരുകളുടെ കടമ. ആ കടമകൾ എത്രത്തോളം നിർവഹിക്കപ്പെട്ടു? അത് നിർവഹിക്കപ്പെടുന്ന രംഗത്തുള്ള പരാജയത്തിനപ്പുറത്ത് ഈ മുസ്ലിം മൈനോറിറ്റിയെ തന്നെ വംശഹത്യ ചെയ്യണമെന്ന് വിചാരിക്കുന്ന, നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ കയ്യിലേക്ക് ഇന്ത്യയുടെ അധികാരം പൂർണ്ണമായി തെന്നിമാറുന്ന അവസ്ഥാവിശേഷമാണ് അതിനുശേഷം ഉണ്ടായത്. ഇവിടെയാണ് രാഷ്ട്രീയമായ സമരങ്ങളുടെ പ്രസക്തി. നമ്മൾക്ക് കേരളത്തിലേക്ക് വരാം. ഇവിടെ കേരളത്തിൽ ഇപ്പോഴുണ്ടായത് എന്താണ്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുണ്ടായ നടപടികളാണ് ഇക്കോലത്തിൽ വർഗീയവൽക്കരിക്കപ്പെട്ടത്.
ഇങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ ഏറ്റവും മാതൃകാപരമായി മൈത്രിയോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. വലിയ വിപ്ലവമായിരുന്നു അത്. വ്യത്യസ്ത മതസമുദായങ്ങളിൽപ്പെട്ടവർ, ജാതികളിൽപ്പെട്ടവർ അവർ ഒരേ സ്കൂളുകളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് ജോലി ചെയ്യുന്നു. പക്ഷേ ആ വിപ്ലവങ്ങളെല്ലാം ഉണ്ടായിട്ടും നമ്മളുടെ മനസ്സുകൾക്കിടയിൽ ഇപ്പോഴും വലിയ അകലങ്ങൾ നിലനിൽക്കുന്നോ എന്ന സന്ദേഹം ഉണ്ടാകുന്നു. ഇപ്പൊ ആഗോള തലത്തിൽ തന്നെ നടക്കുന്ന ഇസ്ലാമോഫോബിയ ഒരു വലിയ ഇൻഡസ്ട്രിയാണിന്ന്. ആ ഇസ്ലാമോഫോബിയയുടെ സ്വാധീനത്തിൽ നിന്ന് കേരളത്തിന് മാത്രമായി കുതിരാൻ കഴിയില്ല. ഇവിടെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കുന്ന കുറേയേറെ ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആഗോള തലത്തിൽ നടക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വമൊക്കെ നടത്തുന്ന മുസ്ലിമിനെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച് നടത്തുന്ന പ്രചാരണങ്ങൾ, ആ പ്രചാരണങ്ങൾക്ക് മീഡിയയിലുള്ള ഒരു വിസിബിലിറ്റി, അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, ഇത് ക്രൂസൈഡ്സിന്റെ കാലം മുതൽക്കു തന്നെയുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ദി മുസ്ലിം അതർ എന്ന് പറയുന്ന ആ ഒരു പൊതുബോധം, ആ പൊതുബോധത്തിന്റെ പല രീതിയിലുള്ള സംക്രമണമാണ് നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹിന്ദുത്വം വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എത്ര സങ്കടകരമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടെ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുത്വ ഫാഷിസത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദലിതുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ശത്രുക്കളാണ്. ഈ ക്രിസ്ത്യാനികളോട് ഏതെങ്കിലും അർത്ഥത്തിൽ സ്നേഹമുള്ളവരല്ല ഇവർ. ക്രിസ്ത്യാനികളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ അവർ ഈ ക്രിസ്ത്യൻ ഇസ്ലാമോഫോബിയയിൽ അവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുന്നു. അത് നമ്മളിപ്പോ ഇസ്രായേൽ പാലസ്റ്റൈൻ കോൺഫ്ലിക്റ്റ് ഒക്കെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചാൽ എന്തായിരുന്നു കേരളത്തിന്റെ കുറച്ചു മുമ്പുള്ള അവസ്ഥ? ഫിലസ്തീനികളുടെ കൂടെയാണ് നീതി എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, എല്ലാവരും ഇസ്രായേലിനെതിരായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ കേരളത്തെ പരിശോധിച്ചാൽ ഇസ്രായേലിന്റെ വളരെ പൈശാചികമായ അധിനിവേശത്തെ, നരമേധത്തെ, ശിശുഹത്യയെ, ഇതിനെയെല്ലാം ന്യായീകരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നമ്മൾ കേരളത്തിലടക്കം കാണുന്നു. ഇതൊരു കാലാവസ്ഥാ മാറ്റമാണ്. ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പഠനം ആർക്കും ആവശ്യമില്ല, ഡാറ്റ ആർക്കും ആവശ്യമില്ല. എന്താണ് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് ഒരു സർക്കാർ കമ്മീഷൻ കേവലം 15 വർഷം മുമ്പ് സമർപ്പിച്ച വളരെ സവിസ്തരമുള്ള ഒരു റിപ്പോർട്ടൊന്നും മറിച്ചു നോക്കാൻ പോലും ഇവിടെ ആരും സന്നദ്ധമല്ല. അത് സന്നദ്ധമല്ലാതെ വളരെ കൃത്യമായി ഹിന്ദുത്വ പ്രോപ്പഗൻഡയിൽ വീണുപോവുകയും മുസ്ലിങ്ങളോടുള്ള ഒരു വെറുപ്പിൽ എല്ലാവരും അനുരക്തരാവുകയും, മുസ്ലിങ്ങൾക്ക് 4 തല്ല് കിട്ടിയാൽ അത് ഇസ്രായേൽ തച്ചാലും ശരി, അമേരിക്ക തച്ചാലും ശരി, ഹിന്ദുത്വ ഫാഷിസം തച്ചാലും ശരി, അതിലൊക്കെ സന്തോഷം അനുഭവിക്കുന്ന ഒരു തരം സെയ്ഡിസം. ആ സെയ്ഡിസം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ മനോരോഗമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ചെറുത്തുനിൽപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മൾ രാഷ്ട്രീയമായി സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ ബാധ്യതയുണ്ട് എന്നാണ്. സർക്കാരിന് വലിയ ബാധ്യതയുണ്ട്, ഇവിടുത്തെ പ്രതിപക്ഷത്തിന് വലിയ ബാധ്യതയുണ്ട്. കാരണം അവർ തുറന്ന് സംസാരിക്കണം. മുസ്ലിം സമുദായം എന്ത് ചെയ്യണം എന്ന കാര്യം മുസ്ലിം സമുദായത്തിന്റെ നേതാക്കൾ കൂടിയാലോചിച്ച് തീരുമാനിക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് ഇതേപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ സെക്യുലർ കക്ഷികൾക്ക് ബാധ്യതയുണ്ട്, സർക്കാരിന് ബാധ്യതയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയുണ്ട്, ഇടതുപക്ഷത്തിന് ബാധ്യതയുണ്ട്, കോൺഗ്രസിന് ബാധ്യതയുണ്ട്. മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു മുസ്ലിം സാമുദായിക രാഷ്ട്രീയ കക്ഷി സംസാരിക്കുന്നതിനേക്കാൾ അധികം അവർക്ക് ഇന്ത്യൻ ഭരണഘടനയോട് കൂറുണ്ടെങ്കിൽ ഇവിടെ ഒരു സമുദായം, ആ സമുദായം പിന്നാക്കമായി നിൽക്കുന്നു, ആ സമുദായത്തിനെതിരിൽ പല രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നു, അവർ വർഗീയമായി പീഡിപ്പിക്കപ്പെടുന്നു. ആ സമയത്ത് അവരെ ചേർത്ത് പിടിക്കുകയും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന മനോരോഗത്തെ കുറിച്ച് ബോധവാന്മാരാവുകയും അതിനെതിരിൽ തുറന്ന് സംസാരിക്കുകയും ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകളിൽ ഇടപെട്ടുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ തെറ്റിദ്ധാരണകളെ ദൂരീകരിക്കുകയും എന്താണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ധീരമായി മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഈ കേരളത്തെ കുറിച്ച് നമ്മൾ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേട്ടങ്ങൾ മുഴുവൻ, നമ്മളുടെ മതമൈത്രിയുടെ, സാമുദായിക മൈത്രിയുടെ പൊന്നൂലുകൾ മുഴുവൻ ഉടയാതെ നിൽക്കുമോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. കാരണം ഇതൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമല്ല. ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ വിജയിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ മുസ്ലിം വിരുദ്ധ വികാരങ്ങളെ അംഗീകരിക്കുകയോ അതിനെ എൻഡോഴ്സ് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം
അല്ലെങ്കിൽ ആ രീതിയിലുള്ള വളരെ ഷോർട്ട് ടേം ആയ പൊളിറ്റിക്കൽ ഗെയിനുകൾക്ക് വേണ്ടി എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം ഒരു പൊളിറ്റിക്കൽ കറേജ് കാണിക്കേണ്ട സമയമാണിത്. ആ പൊളിറ്റിക്കൽ കറേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന ധീരമായ തീരുമാനമാണ്. ആ തീരുമാനം എടുത്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തുറന്ന് സംസാരിക്കണം എന്നാണ് ഇവിടെ വളരെ കൃത്യമായി ഇവിടെയുള്ള മതനിരപേക്ഷതയിൽ തരിമ്പെങ്കിലും വിശ്വാസമുള്ള മുഴുവൻ ആളുകളോടും ഈ സമയത്ത് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. അതോടൊപ്പം കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ ഊഷ്മളമായ ബന്ധമുണ്ടാകാനും ഈ ഇസ്ലാമോഫോബിക് ഇൻഡസ്ട്രിയെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റണം. പൊതുമണ്ഡലത്തിൽ അതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ നടക്കണം. ഇവിടെ ഏത് രീതിയിലാണ് തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയണം. അതിനു പകരം ഇവിടെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കോമൺ സെൻസ്, മുസ്ലിം വിരുദ്ധമായ ഈ കോമൺ സെൻസ്, അത് നോൺസെൻസിക്കലായ ഒരു കോമൺ സെൻസ് ആണ്. ആ നോൺസെൻസിക്കലായ കോമൺ സെൻസ് അതിന്റെ സ്വീകാര്യത കണ്ടുകൊണ്ട് അതിനെ എൻഡോഴ്സ് ചെയ്ത് തൽക്കാലം അതിന്റെ കൂടെ നിൽക്കുന്നതാണ് ബുദ്ധി എന്ന് കരുതി അത്തരത്തിലുള്ള വളരെ വില കുറഞ്ഞ തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കാണ് കേരളത്തിന്റെ മതനിരപേക്ഷ കക്ഷികൾ പോകുന്നതെങ്കിൽ അത് ആരായാലും, ഇപ്പൊ നേരത്തെ ഒക്കെ ഉണ്ടായത് കേരളത്തിൽ ആ തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പൊ സംവരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദലിതുകളെ, മൈനോറിറ്റികളെ ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്ലാൻ ആണ്. ആ പ്ലാനിനെ അട്ടിമറിക്കുകയാണ് എക്കണോമിക് റിസർവേഷൻ ചെയ്യുന്നത്. കാരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല സംവരണത്തിന്റെ ലക്ഷ്യം എന്ന് അറിയാം. അവിടെ ആ എക്കണോമിക് റിസർവേഷൻ പോലും സവർണർക്ക് മാത്രമാകുന്നു. അതാണ് രസം. സവർണരിലെ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് എന്ന് ടേം കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും സവർണ ഡോമിനേഷൻ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള പദ്ധതി പ്രഖ്യാപിക്കപ്പെടുന്നു. കേരളത്തിൽ ഈ പറയുന്ന നമ്മൾ പറയുന്ന വലിയ നവോത്ഥാന പോരാട്ടങ്ങളുടെ പാരമ്പര്യമുള്ള കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ സവർണ സംവരണം നടപ്പിലാക്കുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന്, മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് കഴിയാതെ വരുന്നു. അത്തരത്തിലുള്ള ഒരു കോമൺ സെൻസ് രൂപപ്പെടുന്നു. ആ സമയത്ത് തീർച്ചയായും വളരെ വലിയ രാഷ്ട്രീയ ബോധത്തോടുകൂടി ഒരേ സമയം പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പരിശ്രമങ്ങളും അതോടൊപ്പം കേരളത്തിന്റെ സെക്യുലർ ഡെമോക്രാറ്റിക് അടിത്തറകൾ നിലനിൽക്കണമെന്ന ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ധീരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള ആർജവവും കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ കാണിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കലി അസേർട്ടീവ് ആകേണ്ട ഒരു സമയമാണിത്. ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ മൈനോറിറ്റി റൈറ്റ്സും ദലിത് റൈറ്റ്സും ഇത് ഒന്നും തന്നെ ആർക്കും താലത്തിൽ കൊണ്ടുവന്ന് വെച്ച് നീട്ടിയതല്ല. ഇന്ത്യയെ ഒരു സവർണാധിപത്യത്തിന്റെ നുകത്തിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ശ്രമിച്ചത് ഭരണഘടനയെ ഏട്ടിലെ പശുവാക്കി നിർത്താനാണ്. 1955 സാക്ഷാൽ ഡോക്ടർ BR അംബേദ്കർക്ക് ദൈവങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്ഷേത്രം പിശാചുക്കളുടെ കയ്യിലകപ്പെട്ടു എന്ന് പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ശക്തമായ സമര പരിപാടികൾ വഴി തന്നെയാണ്, ജനാധിപത്യപരമായ മുന്നേറ്റങ്ങൾ വഴി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടങ്ങൾക്കിടയിൽ ഏതെങ്കിലും അവകാശങ്ങൾ വകവെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കിട്ടിയത്. കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് അത് കൂടുതലായി നടന്നു, ആ സമരങ്ങൾ കൂടുതലായി നടന്നു. അതുകൊണ്ട് ഇവിടെ ജനാധിപത്യത്തിന് കൂടുതൽ വികാസം ഉണ്ടായി, മുസ്ലിങ്ങൾ കുറച്ചുകൂടി മെയിൻ സ്ട്രീമിലെത്തി. ഇതേപോലെ വെറുതെ നിലനിൽക്കുമെന്ന് നമ്മൾ കരുതരുത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്മ്യൂണിറ്റിയുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ ഈടുവപ്പ് എന്ന് പറയുന്നത് പൊളിറ്റിക്സിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ആ അർത്ഥത്തിൽ തന്നെ രാഷ്ട്രീയമായ സജീവതയോടുകൂടി അവിടെ പതറാതെ, ഭയക്കാതെ, ഇവിടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധിക്കേണ്ടത് പ്രതിഷേധിച്ചുകൊണ്ടും, സമരം ചെയ്യേണ്ടിടത്ത് സമരം ചെയ്തുകൊണ്ടും, ചോദ്യം ചെയ്യേണ്ടിടത്ത് ചോദ്യം ചെയ്തുകൊണ്ടും തന്നെ മുട്ടുവളയാതെയുള്ള ഒരു രാഷ്ട്രീയ ബോധത്തിലേക്ക് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, പിന്നാക്കക്കാർ, ദലിതുകൾ, ആദിവാസികൾ എല്ലാം പോയാൽ മാത്രമേ നമ്മൾക്ക് കേരളത്തെ കൂടുതൽ ജനാധിപത്യപരമാക്കാൻ കഴിയൂ. കേരളത്തെ പഴയ പിന്തിരിപ്പൻ സവർണ കേരളമായി അവിടെ ദലിതൻ ആ സവർണന്റെ കോലായയുടെ തീണ്ടാപ്പാടകലെ നിർത്തപ്പെടുന്ന അവസ്ഥ പുനഃസൃഷ്ടിക്കപ്പെടാതിരിക്കുവാനായി ഇവിടെ ആ തരത്തിലുള്ള പഴയ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഘടനകൾ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ വിജയിക്കാതിരിക്കുവാനായി, അതിനപ്പുറത്ത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യാം എന്ന് വിചാരിക്കുന്നവരുടെ അജണ്ടകൾ പരാജയപ്പെടുത്താനായി അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാക്ഷരതയിലേക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹവും കേരളത്തിലെ പൊതുസമൂഹവും എല്ലാം വികസിക്കേണ്ടതുണ്ട്. അതിന് എല്ലാം തന്നെ ഈ ചർച്ചകൾ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.